ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയ ദിവസമാണ്. കാരണം 2 ദിവസം എൻ്റെ മോനിങ്ങനെ പറയുന്നു കുറച്ച് ദിവസമായാലും എണ്ണക്കടിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവന് നല്ല നാടൻ ചുവന്നരീൻ്റെ ചോറും മീൻകറിയും കാബേജ് വറും എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് കയറി. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്കും പലർക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ നാടൻ രുചിയും ചോറും കറിയും. പക്ഷേ ഈ നോമ്പിന് പറ്റാത്തതുകൊണ്ടാണ്. ഏതായാലും നോമ്പെല്ലാം തീരെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ചോറും അയക്കൂറ മുളകിടുക ചെയ്തത്. കാരണം തേങ്ങ ഇല്ലായിരുന്നു അരച്ചത്, അവന് ഇഷ്ടമായിരുന്നു അത്. പിന്നെ കാബേജും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിരവെള്ളം, ചൂടുള്ള കഞ്ഞിവെള്ളവും. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനും ജ്യൂസ് ആക്കിയിട്ടുള്ളൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഞാൻ പിന്നെ കിച്ചണിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇത് കുറച്ച് വലിയ മുന്തിരിയാണ്. അപ്പോൾ ഇതൊന്ന് കുരു കളഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ കുരു കളയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ നടുവിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്യാം. പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കത്തി കൊണ്ട് തന്നെ ജസ്റ്റ് അത് ഒന്ന് തോണ്ടിക്കളയാന്ന് പറയും. അപ്പോൾ ഇതുപോലെയുള്ള കുരുവുള്ള വലിയ മുന്തിരി നമ്മളവിടെ നോമ്പ് കുറിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് വെക്കാനൊരു പ്ലേറ്റ് വേറെ തന്നെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ടേബിളിലൊക്കെ അവിടെ കുരു ഇട്ടിച്ചുണ്ടാവും. അതല്ല മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുരു കളഞ്ഞു കൊടുക്കാൻ ഒരാൾ വേറെ ഇരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് വെക്കലാണ്. ഇപ്പോൾ സാധാരണ ആപ്പിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കും. ഇതുപോലെ മുന്തിരി വലുതാണെങ്കിൽ നേരെ പകുതി കട്ട് ചെയ്യുക, അതിൻ്റെ സീഡ് റിമൂവ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ്, നമുക്കും കഴിക്കാൻ പെട്ടെന്ന് സുഖമാണ്. പിന്നെ നമ്മുടെ ഡ്രിങ്ക് സ്ഥിരം നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ അധിക ദിവസവും നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തോല് കളയലാണ് പലപ്പോഴും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് കൈയിൻ്റെയും കാലിൻ്റെയും നഖത്തിനുള്ള ഒന്ന് ഉരച്ചു കൊടുക്കലുണ്ട്, അതും കൂടി നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും അധിക ദിവസവും കളയലാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാ ദിവസവും നാരങ്ങ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇതാ ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് വെക്കാം. പിന്നെ ഒരു കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 3-4 പച്ചമുളക് ഒഴിച്ച് പിന്നെ സുർക്കയും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ കിടന്ന് ചീഞ്ഞോളൂ. നാരങ്ങ വെള്ളക്കിടൽ എന്നെല്ലാം പറയട്ടെ, ആ ഒരു സ്റ്റൈലിലായി കിട്ടും. ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഡെയിലി ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ നാരങ്ങ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഒരു 2-3 പച്ചമുളക് അധികം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പ് പിന്നെ ആദ്യം തന്നെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 ദിവസമെല്ലാം ആകുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ടുണ്ട് എൻ്റെത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തസീറ, അവളുടെ അടുത്ത് നിന്ന് എനിക്ക് ടിപ്പ് കിട്ടിയത്. അപ്പോൾ അവൾ പറഞ്ഞ ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായി ചീഞ്ഞ്, എന്താ പറയുക, ചീഞ്ഞെന്ന് പറയുന്നില്ല, അലിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ വെള്ളക്കിടുന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു സ്റ്റൈലിലായി കിട്ടും. ഇപ്പോൾ നോമ്പെല്ലാം കഴിയാൻ പോയില്ലെന്ന്, ഇനിയിപ്പോൾ നല്ല നാടൻ ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല കിഡിലൻ ഐറ്റമാണ്. ഏതായാലും നമ്മൾ വെറുതെ കളയല്ലേന്ന്. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യണം. നാരങ്ങ മുറിച്ചിട്ട് തോട് കളഞ്ഞതിന് പകരം ഒരു ജാറിൽ അവിടെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ ഇതാ നോമ്പ് മുറിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, എല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇന്നത്തെ ചായക്കടിയൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിഭവം നമ്മൾ മജ്ലിസ് ടീ എന്ന് പറയുന്ന ദോഹയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഐറ്റമാണ്. അപ്പോൾ അതേതായാലും അൺബോക്സ് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ മജ്ലിസ് ടീ എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. ഇഫ്താർ കിറ്റിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതൊരു സ്നാക്സിൻ്റെ കിറ്റാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിലെന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു വെള്ളം, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ഫുഡിൻ്റെ ഐറ്റംസ്. അതിലൊരു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഒരു കുഞ്ഞു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അവരുടെ ഒരു ഇഫ്താർ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ നോർമലി അവിടെ സപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ബിരിയാണിയാണ്, എല്ലാ ടൈപ്പ് ബിരിയാണിയും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് സ്നാക്ക് ഐറ്റം മാത്രം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല, ഫ്രൂട്ട്സും. അപ്പോൾ ബാക്കി ഫുഡ് പിന്നെ കഴിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് നല്ല അടിപൊളി ഉള്ളിവട, നല്ല കുഞ്ഞു ഉള്ളിവട, അതുപോലെ തന്നെ സമൂസ,
പിന്നെ ഇപ്പോൾ ഇതൊരാൾക്ക് കഴിക്കാനുള്ളൊരു കിറ്റാണ്. ഇപ്പോൾ ഇത് 2 കിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ സമൂസ, അതുപോലെ തന്നെ കട്ട്ലറ്റ്. അപ്പോൾ ഇഫ്താർ കിറ്റിലേത് ചായൻ്റെ കടിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് ഏതായാലും ഒരു ഡെസേർട്ടാണ്. അപ്പം ഞാൻ ഏതായാലും മാംഗോ പുഡിങ് ആക്കാമെന്ന് വിചാരിച്ച് നോമ്പൊക്കെ മുറിച്ചിട്ട്. അപ്പോൾ ഇതാ നോമ്പ് മുറിക്കാൻ എല്ലാവരും ഇരുന്ന്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പും വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞുപോയി. പിന്നെ നിസ്കാരവും ചായകുടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ പുഡിങ് ആക്കാൻ വന്നിട്ടായില്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇവിടുത്തെ മാങ്ങ കുഴപ്പമില്ല, നല്ല വലിപ്പവും ഉണ്ട്, അതുപോലെ തന്നെ പഴുത്തിട്ടുമുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിൽ ആ ഒരു പെർഫെക്റ്റ് മധുരം എന്ന് പറയാനില്ല. അപ്പം ഇതാ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മുടെ ബദാമി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ വെങ്ങനപ്പള്ളി എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു മാങ്ങക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ലൊരു മധുരത്തിൽ തന്നെ കിട്ടും നമുക്ക്. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ ഇതാ മുറിച്ചിട്ട് എല്ലാം ഇതാ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. അപ്പോൾ ഇനി നമുക്കൊന്നിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായി അടിച്ചിട്ട് ഇതിൻ്റെ പ്യൂരിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സിയിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാ മാംഗോൻ്റെ പ്യൂരി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ പ്യൂരി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതുമായിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കന്നെ ഒന്ന് സെറ്റായി കിട്ടും ഇത്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം പുളിയില്ല മാങ്ങയാണെങ്കിൽ നല്ലോണം പുളി പാടില്ല. അപ്പോൾ ഇത് അപ്പോഴേക്കന്നെ ഇതിങ്ങനെ കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ചപ്പോഴേക്കന്നെ. പിന്നെ നല്ലോണം അങ്ങ് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തിക്ക് പേസ്റ്റിൻ്റെ രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേ സമയം തന്നെ ഞാനിത് അപ്പുറത്തെ അടുപ്പിൽ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് തന്നെ വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിടാം. പാല് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് പഞ്ചസാര നന്നായി കുറയാനും പാടില്ല. പുഡിംഗ് അല്ലേ, നമ്മൾ അത്യാവശ്യം മധുരത്തിൽ തന്നെ കഴിക്കുന്നതാണ്. പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ചൊരു വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് പാലിൽ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞ് ഈ പാലിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കോൺഫ്ലവർ ചേർത്താൽ പിന്നെ അറിയാമല്ലോ പെട്ടെന്ന് അടുക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കുറുകി വരികയും ചെയ്യും. പിന്നെ 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും തന്നെ റെഡി ആയിട്ടുണ്ടാവും. നല്ലോണം തിക്കാക്കി എടുക്കണ്ട. ഇതേപോലെ ഒരു ഏകദേശം ഒന്ന് കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിൽ കോൺഫ്ലവർ ഇട്ടാൽ പിന്നെ ഒരു 2 മിനിറ്റ് മാക്സിമം. പിന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം തീ. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിതാ ഈ കോൺഫ്ലവറിൻ്റെ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഞാനിത് 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതായത് 3 കളറിലുള്ള ഒരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ലെയറാണ് അടിയിൽ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർവിങ് ബൗളിലേക്ക് നമുക്ക് അത്രയും ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഭംഗിയിലെ എന്താ പറയുക, സെർവിങ് ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 3 എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് ഞാൻ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാച്ചുറൽ കളറാണ്, ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഹോം മെയ്ഡ് കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്തിട്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ കളർ ആഡ് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല, ഹെൽത്തിയാണ് ഈ പൗഡർ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഹോം മെയ്ഡ് കളർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം, റെഡ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലതൊരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ വൈറ്റ് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചാലും സാരമില്ല, കാരണം കോൺഫ്ലവർ പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ എത്ര തിക്നെസ്സിലാണ് നമുക്ക് ലെയർ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ലെയറായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാംഗോൻ്റെ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർ ഡിഫറൻസ് ആണ്, വൈറ്റും പിങ്കും അതുപോലെ തന്നെ യെല്ലോവും. അപ്പോൾ ഈ ഒരു മാംഗോൻ്റെ പേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പുളിയും ഒരു മധുരവും മാത്രമായിരിക്കും. താഴെയുള്ള ലെയറിൽ നല്ല മിൽക്കിൻ്റെ ടേസ്റ്റും കൂടി വരുന്നത്. അപ്പോൾ ഈ 3 ലെയറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
ബദാം കുറച്ച് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ബദാം പിസ്ത ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ടേസ്റ്റി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുഡിംഗ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇതുപോലുള്ള കുഞ്ഞ് ഗ്ലാസ് ബൗളിലാണെങ്കിൽ നമുക്ക് ഓരോരാൾക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. പുഡിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ തണുത്താൽ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മജ്ലിസ് ടീ എന്നുള്ള ബിരിയാണി ആയിരുന്നു ഇന്നത്തെ നമ്മുടെ. അതുപോലെ തന്നെ ഇത് അവിടെ നിന്നുള്ള നല്ല അടിപൊളി പൊറോട്ടയുണ്ട്. പൊറോട്ട ശരിക്കും നല്ല സൂപ്പർ ലെയർ ആയിട്ടുള്ള സോഫ്റ്റ് പൊറോട്ടയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ അവരുടെ അടുത്ത് എല്ലാ ബിരിയാണി അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. ചിക്കൻ, മട്ടൺ, ബീഫ്, അതുപോലെ തന്നെ ഫിഷ്. ബിരിയാണി പിന്നെ ഒന്നും മലയാളികൾക്കൊരു വികാരമാണല്ലോ. അപ്പോൾ ഖത്തറിലുള്ള ആർക്കെങ്കിലും നല്ല അടിപൊളി ദം ബിരിയാണി ഏത് വെറൈറ്റി ആണെങ്കിലും കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മജ്ലിസ് ടീ എന്ന് വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു, അൽഹംദുലില്ലാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.